Black background photography, simple. Background black ആക്കിയിട്ട് നമ്മൾ എടുക്കുന്ന ഫോട്ടോസിനാണ് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. പൊതുവെ മറ്റ് ഫോട്ടോസിനൊക്കെ അപേക്ഷിച്ച് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോ എടുക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്, അതുപോലെ തന്നെ കാണാനും നല്ല രസമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ എടുക്കാൻ പറ്റുന്ന കുറച്ച് ഫോട്ടോഗ്രാഫി ഐഡിയകളും ആൻഡ് ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തുടങ്ങാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് 3 രീതിക്ക് ഫോട്ടോ എടുക്കാം. ഫസ്റ്റ് വൺ നമ്മൾ ഡേ ലൈറ്റിൽ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ട്, അതിൻ്റെ രണ്ടാമത്തത് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ, പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ ഇൻഡോർ ലൈറ്റിങ്സ് ഒക്കെ ചെയ്തിട്ട് ഒരു ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ സെറ്റ് ആക്കിയിട്ട്. അപ്പോൾ ഈ ഒരു 3 കണ്ടീഷനിൽ നമ്മൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് വിത്ത് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആക്കിയിട്ട് ഫോട്ടോ എടുക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട്സുകൾ നോക്കാം. അപ്പോൾ ഫസ്റ്റ് വണ്ണായിട്ട് നമ്മുടെ വാട്ടർ ടാങ്ക്. അപ്പോൾ ഇപ്പോൾ ഇറങ്ങുന്ന വാട്ടർ ടാങ്ക് ചിലത് വൈറ്റ് ആണെങ്കിലും നമ്മുടെ പഴയ വാട്ടർ ടാങ്കൊക്കെ ബ്ലാക്ക് ആയിരിക്കും. അപ്പോൾ ആ ഒരു സർഫസ് നമുക്കൊരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാം. ആൻഡ് സെക്കൻഡ് വണ്ണ് വീടിൻ്റെ തറ. അപ്പം തറയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ബ്ലാക്ക് കളർ തന്നെ ആയിരിക്കും, പക്ഷേ അതിൻ്റെ ഒരു സർഫസ് റഫ് സർഫസ് ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ആ തറ കൂടെ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യുക. ആൻഡ് തേർഡ് വണ്ണായിട്ട് നമ്മുടെ വീടിൻ്റെ ഡോറ്, ഗ്രില്ല് ഡോറുകളിലൊക്കെ പൊതുവെ നമ്മൾ ബ്ലാക്ക് പെയിൻ്റ് ആണല്ലോ അടിക്കാറ്. അപ്പോൾ ആ ഒരു സർഫസ് നമുക്കൊരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സർഫസ് കുറച്ചൊരു ഗ്ലോസി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷാഡോസ് കുറച്ച് ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കേണ്ടി വരും. ആൻഡ് ISO ഡൗൺ ചെയ്ത് വെച്ചാൽ തന്നെ ആ ഒരു പ്യുവർ ബ്ലാക്കിലേക്ക് അത് കിട്ടും ചെയ്യും. പിന്നെ നമ്മൾ ആ നേരത്തെ പറഞ്ഞില്ല ഗ്ലെയർ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഒരു ഷെയ്ഡ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഈ പറഞ്ഞ കണ്ടീഷൻ ഒന്നും ഇല്ലെങ്കിൽ കൂടെ നമുക്ക് സിമ്പിളായിട്ട് കിട്ടുന്ന ഒന്നാണ് ബ്ലാക്ക് കളർ അംബർല. അപ്പോൾ ആ ബ്ലാക്ക് കളർ കുട വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. അപ്പോൾ ഈ ബ്ലാക്ക് കളർ അംബർലയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ച് സർഫസേ ഉണ്ടാവുള്ളൂ, അതുപോലെ തന്നെ സർഫസോ പ്ലെയിൻ സർഫസ് അല്ല എന്നുള്ള കുറച്ച് പരിമിതികൾ നമുക്ക് ബ്ലാക്ക് അംബർല ഉപയോഗിക്കുമ്പോൾ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഫോട്ടോ എടുക്കുന്ന ഒരു ബ്ലാക്ക് കളർ ടൈൽ വെച്ചിട്ടാണ്. അപ്പോൾ ഡേ ലൈറ്റ് കണ്ടീഷനിലാണ് നമ്മളിപ്പോൾ ഫോട്ടോ എടുക്കുന്നത്. അതിൽ കുറച്ചൊരു ഷാഡോ കിട്ടുന്ന രീതിക്കാണ് നമ്മൾ ആ ടൈല് സെറ്റ് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ ടൈൽ ഗ്ലോസി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ ആ ഒരു ഗ്ലോസി സംഭവങ്ങൾ ഒഴിവാക്കാനായിട്ട് ഒരു ഷെയ്ഡ് കൂടെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഷെയ്ഡ് എന്നൊരു എന്തെങ്കിലും ഒരു ബോർഡോ കാര്യങ്ങളോ വെച്ചിട്ട് ഷെയ്ഡ് കൊടുത്താൽ മതി, നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഫോട്ടോ നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത് ഈ ഒരു ലീഫ് വെച്ചിട്ടാണ്. അപ്പോൾ ആ ലീഫ് വെച്ചിട്ട് ഒരു ഫ്ലെയിമിൻ്റെ മോഡലാണ് നമ്മൾ സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ ലീഫ് നമ്മുടെ സർഫസിൽ പ്ലേസ് ചെയ്തു, നമ്മൾ ടൈലിൽ വെച്ചു. അതുപോലെ തന്നെ നമുക്ക് ഇനി ഒരു തീപ്പെട്ടിയുടെ ഒരു മാച്ച് സ്റ്റിക്ക് കൂടെയാണ്. അപ്പോൾ ആ മാച്ച് സ്റ്റിക്കും കൂടെ നമ്മുടെ പ്ലെയിനിലേക്ക് വെച്ച ഫസ്റ്റ് ഫോട്ടോയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സെറ്റപ്പും റെഡിയായി. അപ്പോൾ ഈ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് അല്ലാത്ത എന്ത് ബാക്ക്ഗ്രൗണ്ട് വന്നാലും കാണാൻ നല്ല ലുക്കാണ്. അപ്പോൾ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് അല്ല എന്ത് ബാക്ക്ഗ്രൗണ്ട് എടുത്താലും സെയിം ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ ഫ്ലെയിം കാര്യങ്ങൾ റെഡിയാണ്. ഇനി നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് ക്യാമറ ഓപ്പൺ ചെയ്യാം. അതിൻ്റെ ഫോട്ടോ എടുക്കുന്നത് നമ്മുടെ ഡിഫോൾട്ട് ക്യാമറയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാനുവൽ ക്യാമറ ഒക്കെ വെച്ചിട്ട് ISO ഒക്കെ ഒന്ന് ഡൗൺ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നമുക്ക് കൺട്രോളിങ് കിട്ടുന്നത് എക്സ്പോഷർ വാല്യൂലാണ്. അപ്പോൾ എത്രത്തോളം നമുക്ക് എക്സ്പോഷർ കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം എക്സ്പോഷർ കുറച്ച് വന്നാൽ ബാക്ക്ഗ്രൗണ്ട് പ്യുവർ ബ്ലാക്ക് ആയിരിക്കും. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആ ഗ്ലെയർ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ഒരു ഷാഡോ കൂടെ യൂസ് ചെയ്താൽ പക്ക ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആയി. ഇനി നമുക്ക് ഫോട്ടോ എടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എടുത്ത ഫോട്ടോസ്. പിന്നെ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോഗ്രാഫിക്ക് ഒരു പ്രത്യേകത കൂടെ. എടുത്ത ഫോട്ടോ നമുക്ക് സ്പ്ലിറ്റ് ട്യൂൺ ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നമുക്കൊരു ലെൻസ് ഫ്ലെയർ ഒക്കെ കൊടുത്തിട്ട് സൈഡിൽ ഇട്ട് നോക്കിയാലും അതിനേക്കാൾ നല്ലത് എന്ന് വിത്തൗട്ട് എഡിറ്റിംഗ് തന്നെയാണ് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോഗ്രാഫിക്ക് കാണാൻ ഏറ്റവും അനുയോജ്യം. ഇനി നമ്മൾ നമ്മുടെ സെക്കൻഡ് മെത്തേഡ് യൂസ് ചെയ്യാൻ പോവാണ്. അതായത് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ നോർമലായിട്ട് കിട്ടുന്ന ഒരു ഫോട്ടോയെ നമുക്കൊരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോഗ്രാഫി ആയിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ മാക്സിമം ഒന്ന് എക്സ്പോഷർ വാല്യൂ കുറച്ചിട്ട് എടുത്താൽ മതി. ബാക്കി നമ്മുടെ എഡിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ആൻഡ് ഏതെങ്കിലും ഒരു എഡിറ്റിംഗ് ആപ്പ് വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് PicsArtോ Snapseedോ മതി അനുയോജ്യമായത്. അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം എക്സ്പോഷർ വാല്യൂ, അതായത് നമ്മുടെ ഒബ്ജക്റ്റിലേക്കുള്ള ലൈറ്റ് ഡൗൺ ആവാത്ത രീതിയിൽ എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യാം.
എന്നിട്ട് ഫോട്ടോ എടുക്കുക. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഞാനെടുത്ത ഫോട്ടോ. നമ്മൾ മാനുവലായിട്ട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തുകൊണ്ട് തന്നെ ഫോട്ടോൻ്റെ ഒരു 70% ബ്ലാക്ക് ആയിട്ടാണ് കാണുന്നത്. ഇത് നമുക്ക് ബാക്കി പോർഷനൂടെ ബ്ലാക്ക് ആക്കാനായിട്ട് സ്നാപ്സീഡിലേക്ക് ഓപ്പൺ ചെയ്യുക ആൻഡ് ഹീലിംഗ് ടൂൾ വെച്ചിട്ട് ബ്ലാക്ക് കളറിന് അങ്ങോട്ട് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ഇനി വേണമെങ്കിൽ നമ്മൾ ടൂൾസിൽ അഡ്ജസ്റ്റിൽ കയറിയിട്ട് ആൻഡ് കൺട്രാസ്റ്റ് എക്സ്പോഷറൊക്കെ ഒന്ന് കൂട്ടി കുറച്ചിട്ട് കഴിഞ്ഞാൽ ഒരു പ്യുവർ ബ്ലാക്കിലേക്ക് എത്തിക്കാൻ പറ്റും. ഇനി വേണമെങ്കിൽ അഡ്വാൻസ് ആയിട്ട് നമുക്ക് കർവ് ഓപ്ഷനോട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോയെ പ്യുവർ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോഗ്രാഫിയിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ മെത്തേഡ് ഇൻഡോറിൽ നമുക്ക് ഫോട്ടോ എടുക്കുക. അപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റ് അതിൻ്റെ ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കുക. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ഉപയോഗിച്ചിട്ട് ഒരു പോയിന്റ് ലൈറ്റ് സോഴ്സ്, നമ്മുടെ LED ഒറ്റ സോഴ്സ് ലൈറ്റ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. വൺ സൈഡ് ലൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ടൈൽ പീസിലേക്ക് നല്ലപോലെ ഗ്ലെയർ അടിച്ച് കയറുന്നുണ്ട്. അപ്പോൾ ആ ഗ്ലെയർ ഒഴിവാക്കിയ രീതിയിൽ നമുക്ക് ലൈറ്റിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ലൈറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അറ്റ് എ ടൈം നമ്മുടെ ഒബ്ജക്റ്റിലേക്കുള്ള ഒരു ലൈറ്റിൻ്റെ ഒരു അവൈലബിലിറ്റി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ആ രീതിക്ക് നമുക്ക് ആ ലൈറ്റ് സോഴ്സിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്കുള്ള ഒരു ലൈറ്റ് അതിലേക്ക് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഒബ്ജക്റ്റിലേക്ക് ലൈറ്റ് കിട്ടുന്നില്ല എങ്കിൽ വേറൊരു ലൈറ്റ് കൂടെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒബ്ജക്റ്റിലേക്ക് ലൈറ്റ് എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് സാധാ ഒരു LED ബൾബ്, വീണ്ടും ഒരു LED ബൾബ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കൂടെ ഒരു ലൈറ്റ് സോഴ്സ് കൂടെ ഫിറ്റ് നോക്കിയപ്പോൾ ആ ഒരു ലൈറ്റിൻ്റെ ഒരു കുത്തൽ ഒഴിവായി. കാരണം ആ രണ്ട് ലൈറ്റും കൂടെ വന്നിട്ട് ന്യൂട്രലൈസ് ചെയ്ത് പോയിട്ട് പക്ക ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമുക്കത് എത്തിക്കാൻ പറ്റി. ഈ ഒരു കണ്ടീഷനിൽ പോസിബിൾ ആണ്. ഇനി നമുക്ക് ഫോട്ടോ എടുത്ത് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ എടുത്ത ഫോട്ടോസ്. അപ്പോൾ 3 കണ്ടീഷനിൽ എടുത്ത ഫോട്ടോസ് വെച്ച് നോക്കുമ്പോഴും കറക്റ്റ് ഏത് പ്ലേസിൽ നിന്നാണ് എങ്ങനെയാണോ എടുത്തതെന്നുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമുക്ക് കിട്ടുന്നില്ല. കാരണം ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോഗ്രാഫി പറഞ്ഞാൽ അത്രയും സിമ്പിളാണ്. അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക, നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കുക. ആൻഡ് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒന്ന് ടാഗ് ചെയ്തിടുക. അപ്പോൾ ഇൻസ്റ്റ ID നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഗെറ്റ് സിംപ്ലിഫൈഡ് എന്ന #ടാഗ് ഉപയോഗിച്ചാൽ നിങ്ങളെടുത്ത ഫോട്ടോ എനിക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു കിടിലൻ ക്രിയേറ്റീവ് വീഡിയോയുമായിട്ട് കാണാം.